ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചീയപ്പാറയിലാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നേര്യമംഗലം ഭാഗത്തുള്ള 2 വെള്ളച്ചാട്ടങ്ങളാണ്. ഒന്ന് ചീയപ്പാറയും ഒന്ന് വാളറയും കേട്ടോ. വാളറ നമുക്ക് ഇച്ചിരി ദൂരത്ത് നിന്ന് കാണാൻ പറ്റുള്ളൂ, പക്ഷെ നമുക്ക് ചീയപ്പാറ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഞാനൊക്കെ പണ്ട് ചീയപ്പാറയിലൊന്നും ഇറങ്ങി നിന്ന് കണ്ടിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ചീയപ്പാറയ്ക്ക് ഇത്രയും ഉയരമുണ്ടെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ സംഭവങ്ങളൊക്കെ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പൈനാപ്പിൾ ഉണ്ടായിരുന്നു, മാങ്ങയുണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു, പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേര്യമംഗലം ഭാഗത്തു നിന്ന്, തൊടുപുഴയിൽ നിന്ന് നേര്യമംഗലത്തേക്ക് കയറുമ്പോൾ തൊട്ട് നമുക്കറിയാം ഒരു കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം അല്ലേ. അത്രയ്ക്ക് സൂപ്പറാണ് നമ്മൾ ആ നേര്യമംഗലം ഭാഗങ്ങളിലേക്ക് കയറുമ്പോഴും കേട്ടോ. പിന്നെ നമുക്ക് മാത്രമേ നമ്മുടെ നാട്ടിലൊരു വിലയില്ലാത്തുള്ളൂ. അവിടെ വന്നിരിക്കുന്ന ടൂറിസ്റ്റുകൾ മൊത്തം എങ്ങനെ പോയാലും ഹിന്ദി കേട്ടോ സംസാരിക്കുന്നത്. അവർ പുറത്തുനിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണ് മൊത്തം ആൾക്കാരും. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നേരത്തെ അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു, അപ്പം ഇവിടെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ല സൂപ്പറായിട്ട് വെള്ളം, മഴയൊക്കെ തുടങ്ങി, അപ്പോൾ അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് വെള്ളമൊക്കെ ചാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, നമ്മുടെ സ്വന്തം ചീയപ്പാറ വെള്ളച്ചാട്ടം കേട്ടോ ഇത്. നമ്മുടെ ഇടുക്കിയിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള കവാടങ്ങളാണ് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പൊന്നാച്ചി ഇച്ചിരി ഛർദ്ദിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അവൾക്ക് പൈനാപ്പിൾ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കപ്പിന് 30 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ പൈനാപ്പിൾ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ അവൾക്ക് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2ാമത്തെ ട്രിപ്പ് മേടിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ മൊത്തം വണ്ടി കടന്നു പോകാൻ കഴിയാത്ത വിധം ഒരുപാട് ആൾക്കാർ വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം അവധിക്കാലമായിരുന്നു, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചേട്ടായിയും ഞാനും കൊച്ചും എല്ലാം കൂടെ അവിടെ അങ്ങ് ഇരുന്നു. എന്നിട്ട് നമ്മൾ കഴിക്കുമായിരുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, അപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കുന്നൊരു ടേസ്റ്റ് അല്ല ഇത് നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല അടിപൊളി രുചിയാണ്. കാരണം ഇങ്ങനെ പുറമേ നിന്ന് കഴിക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. മാങ്ങയുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഏതാണ്ടൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു, ഉപ്പിലിട്ടതായിട്ടും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ എൻ്റെ തലമുടിയൊന്നും നിങ്ങൾ ആരും ശ്രദ്ധിക്കുകയൊന്നും ചെയ്യേണ്ട. നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് നേരിട്ട് പോകുന്ന വഴിയാട്ടോ. എൻ്റെ തലമുടിയെല്ലാം അപ്പടി പാറി പറന്നൊക്കെയാണ് ഇരിക്കുന്നത്. നമ്മളാകെ യാത്ര ചെയ്ത് ടയേർഡായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അവധിക്കാലമൊക്കെ ആഘോഷിക്കാൻ മഴയില്ലാത്ത സമയമൊക്കെ നോക്കി എല്ലാവരും വരിക കേട്ടോ. ഇവിടെ മൊത്തം ആൾക്കാരെല്ലാം വരുന്നതുകൊണ്ടായിരിക്കും ഇത് മൊത്തം മുഷിപ്പിച്ചിട്ടേക്കുവാ കേട്ടോ. എല്ലാം മുടിപ്പിക്കുമല്ലോ, ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞാൽ മൊത്തം മുടിപ്പിക്കുമല്ലോ. എന്നാലും നമ്മുടെ ചീയപ്പാറയുടെ ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.